ഹായ് നമസ്കാരം. ഇന്ന് നല്ല മധുരമുള്ള കോൺ പപ്സ് ആണ് എടുക്കാൻ വേണ്ടി പോണത്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മധുര കോൺ പപ്സ് എടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 1/2 കിലോ മൈദ, 1/4 കിലോ ഗോതമ്പ് മാവ്, കറുത്ത എള്ള്, അപ്പക്കാരം, മഞ്ഞ കളറ്, ഒരു കോഴിമുട്ട, ബേക്കിംഗ് പൗഡർ, 200 ഗ്രാം വെല്ലം. ആദ്യം മൈദ ഒന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കൊട്ടിവിടാം. കാൽ കിലോ ഗോതമ്പ് മാവൊന്ന് ഇതിൽ കൊട്ടിവിടാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദയും ഗോതമ്പ് മാവും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അടുത്തത് ഒരു കോഴിമുട്ട ഉണ്ട് എടുക്കണത്. കോഴിമുട്ട പൊട്ടിച്ച് ഇതിലൊന്ന് ഒഴിച്ചു വിടാം. അടുത്തത് എടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. 3/4 കിലോ മാവിന് 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ എടുക്കുന്നത്. അടുത്തെടുക്കുന്നത് അപ്പക്കാരമാണ്. അപ്പക്കാരം ഒരു നുള്ള് അപ്പക്കാരം മതി. അടുത്തെടുക്കുന്നത് മഞ്ഞ കളറാണ് കേട്ടോ. മഞ്ഞ കളറ് ഒരു നുള്ള് മതി, ഒരുപാട് ഇടരുത്. മഞ്ഞ കളർ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മഞ്ഞ പൊടി എടുക്കാം. ഞാൻ മഞ്ഞ കളറാണ് ചേർക്കുന്നത്. ഒരു നുള്ള് മഞ്ഞ കളർ മതി, കൂടുതലാകരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പൊറോട്ടക്ക് മാവ് കുഴക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കുക. മാവ് ഇതുപോലെ പൊറോട്ടക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കുക. അടുത്തത് ലേശം ഓയിൽ ഈ മാവിൽ മുഴുവനായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. ഓയിൽ മാവിൻ്റെ എല്ലാ ഭാഗത്ത് ആകണത് പോലെ പുരട്ടി കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നനഞ്ഞ തുണിയും കൊണ്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ മാവ് ഓയിലൊക്കെ പുരട്ടി ഒരു 15 മിനിറ്റ് കഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2 പീസാക്കണുള്ളൂ. നിങ്ങൾക്ക് 4 പീസോ 5 പീസോ ഒക്കെ ആക്കിയിട്ട് ഇതൊന്ന് നമുക്ക് പരത്തി എടുക്കണം. പിന്നെ നമുക്കിതൊന്ന് പരത്താനുള്ള സെറ്റപ്പിലേക്ക് ഒന്ന് കൊടുക്കുക. പരത്താൻ മൈദ എടുക്കണം കേട്ടോ. മൈദ ഒന്ന് അടിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. എത്ര നൈസാക്കി പരത്തിയെടുക്കാൻ പറ്റുമോ അത്ര നൈസാക്കി പരത്തിയെടുക്കണം. എല്ലാ ഭാഗം ഒരുപോലെ നൈസിൽ പരത്തിയെടുക്കണം കേട്ടോ. പരത്തി കഴിഞ്ഞാൽ ലേശം ഓയിലെടുക്കുക. ഇതിലേക്ക് ഓയിൽ നല്ലോണം ഒന്ന് ഫുള്ളായിട്ട് ഓയിൽ എല്ലാ ഭാഗത്തും ആകണ പോലെ ഒന്ന് പരട്ടി കൊടുക്കുക. ഓയിൽ പരട്ടി കൊടുത്തതിന് ശേഷം ലേശം മൈദ എടുത്തിട്ട് ഒന്ന് മേലൊന്ന് വിതറി കൊടുക്കുക. മൈദ എല്ലാ ഭാഗത്തും പിടിക്കണ പോലെ ഒന്ന് വിതറി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആദ്യം ഒരു സൈഡൊന്ന് മടക്കി വിടുക. ഈ മടക്കിയ ഭാഗത്തും ലേശം ഓയിലൊന്ന് പരട്ടി കൊടുക്കുക. ഓയിൽ എല്ലാ ഭാഗത്തും പിടിക്കണം കേട്ടോ. അവിടെ ഈ ലേശം മൈദ ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ സൈഡൊന്ന് മടക്കി കൊടുക്കുക. അതേപോലെ ഈ സൈഡൊന്ന് ഓയിൽ നല്ലപോലെ ഒന്ന് പരട്ടി കൊടുക്കുക. ലേശം മൈദ മേലൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു മടക്കും കൂടി ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഓയിൽ ആ ഭാഗത്തും ഒന്ന് നല്ലപോലെ ഒന്ന് പരട്ടി കൊടുക്കുക. അവിടെയും ലേശം മൈദ മേലെ കൂടെ ഒന്നിട്ട് കൊടുക്കുക. അതുപോലെ ഒരു മടക്കും കൂടി ഈ സൈഡും കൂടി ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയ ഭാഗം തന്നെ വീണ്ടും മടക്കുകയാണ്. ഓയിൽ എല്ലാ ഭാഗത്തും ഇവിടെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം
മൈദ ഒന്നിട്ട് കൊടുക്കുക. പരത്തിയ മാവ് 4-5 പ്രാവശ്യം മടക്കിയെടുക്കുന്നത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ പൊക്കാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനാണിതിങ്ങനെ 4-5 പ്രാവശ്യം മടക്കുന്നത്. ഈ സൈഡൊന്ന് മടക്കിയതിന് ശേഷം ഓയിലൊന്ന് പരത്തിയ ശേഷം മൈദ അവിടെ ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി അങ്ങോട്ട് മടക്കി വിടുക. അവിടെയും ഓയിലൊന്ന് പരത്തിയതിന് ശേഷം മൈദ ഒന്ന് മേലെ ഇട്ട് കൊടുക്കുക. അവിടുന്ന് ഇങ്ങോട്ടൊന്ന് മടക്കുക. ഇത്ര മതി കേട്ടോ നമുക്ക് മടക്കൽ. ഇത് വീണ്ടും ഒരു 15 മിനിറ്റോളം വെക്കണം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് വീണ്ടും പരത്തി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ മൈദ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കും. ഇത് നല്ല നൈസായിട്ട് വീണ്ടും പരത്തിയെടുക്കണം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ വരണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പരത്തിയ മാവ് 4 സൈഡും ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത മാവ് നമുക്ക് വീണ്ടും പരത്തി കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിനെ കോൺ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വരണം. സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് കോണുമാതിരി കിട്ടുള്ളൂ. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ലേശം മൈദ ഒന്ന് വിതറി കൊടുക്കുക. മൈദ എല്ലാ ഭാഗത്തുനിന്ന് വിതറി കൊടുത്താൽ ഒട്ടിപ്പിടിക്കില്ല, തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. അത് കോൺ പപ്സ് പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് പൊരിക്കാനുള്ള സെറ്റപ്പിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ കോൺ പപ്സ് പൊരിക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ചൂടാണ് കേട്ടോ വേണ്ടത്. നമുക്ക് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുത്ത് നോക്കാം. കോൺ പപ്സ് എണ്ണയിലിട്ട് കഴിഞ്ഞാൽ 1.5 മിനിറ്റിനുള്ളിൽ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കോൺ പപ്സ് കരിഞ്ഞു പോകും. വളരെ പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കോൺ പപ്സ്. എണ്ണ മീഡിയം ചൂടാൻ വേണ്ടിയത്, ഓവർ ചൂട് പാടില്ല. നമ്മൾ കോൺ പപ്സ് 5-8 പ്രാവശ്യം മടക്കിയിട്ട് പരത്തിയെടുത്തത് ഇതുപോലെ പൊക്കാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കോൺ പപ്സിൻ്റെ വേവ് അറിയണത് ഒരെണ്ണെടുത്ത് അമർത്തി നോക്കിക്കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു മൊരുമൊരുപ്പുണ്ടാവും. നമുക്കിത് മാറ്റാനുള്ള പാകമായിട്ടുണ്ട്.
നമുക്കൊന്ന് മാറ്റി വെക്കാം. അടുത്ത് നമ്മൾ വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. 200 ഗ്രാം വെല്ലം 1.5 ഗ്ലാസ് വെള്ളത്തിലാണ് ഉരുക്കിയെടുക്കുന്നത്. നമുക്ക് വെല്ലം ഒന്ന് അതിൽ ഇട്ട് കൊടുക്കാം. വെള്ളം കൂടാൻ പാടില്ല, 1.5 ഗ്ലാസ് വെള്ളം മതിയാവും. നമുക്ക് ഒരു 4 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ഈ വെല്ലത്തിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെല്ലപ്പാവ് ഏകദേശം ഉരുക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം ടൈറ്റും അല്ല അധികം ലൂസും അല്ലാത്ത പോലെ വെല്ലപ്പാവ് ഉരുക്കിയെടുക്കണം. ഇത് നമുക്കൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ കോൺ പപ്സ് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്, വെല്ലപ്പാവും ഉരുക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മിക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് വെല്ലപ്പാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പപ്സിൽ എല്ലാ ഭാഗത്തും വരുന്ന പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് വിടുക. എല്ലാ ഭാഗത്തും പിടിക്കണം കേട്ടോ. പപ്സിൻ്റെ എല്ലാ പപ്സിലേക്കും വെല്ലപ്പാവ് ആകണം, അതുപോലെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നമുക്ക് ഇതിന് മേലെ ലേശം എള്ളൊന്ന് ബദറി കൊടുക്കാം. എല്ലാ പപ്സിലും എള്ള് പിടിക്കണം കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള കോൺ പപ്സ് പൊരിച്ച് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു കോൺ പപ്സാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബേക്കറി പോയിട്ട് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അതുകൂടാതെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ബട്ടൺ കാണും, അതൊന്ന് എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റ് തരിക.